കുറച്ച് പണം കടം മേടിക്കണം. ഗോപി കൃഷ്ണൻ ഒരു ബാങ്കിൽ പോയി കുറച്ച് പൈസ കടമെടുത്തു. ബാങ്കിൽ പിന്നെ പൈസ, അതായത് ഗോപി കൃഷ്ണന് 10 ലക്ഷമാണ് വേണ്ടത്, 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തു. പിന്നെ ബാങ്കുകാർ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപി കൃഷ്ണൻ കുറച്ച് വട്ടിപ്പലിശക്കാരുടെ നിന്ന് മറ്റൊരു 5 ലക്ഷം രൂപ മേടിച്ചു. എന്നിട്ട് ഗോപി കൃഷ്ണൻ പറയുകയാണ്, എനിക്ക് 5 ലക്ഷം രൂപയാണ് കടമുള്ളൂ, മറ്റേ 5 ലക്ഷം രൂപ എൻ്റെ മൊത്തത്തിലുള്ള കടത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും അംഗീകരിക്കുന്ന കാര്യമാണോ ശ്രീ ഗോപി കൃഷ്ണൻ? ഈ കിഫ്ബി എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന കടമാണെന്നും അത് മൊത്തം പൊതുകടത്തിൽ ഉൾക്കൊള്ളുമെന്നും കാലം എത്രയായി കോൺഗ്രസ് പറയാൻ തുടങ്ങിയിട്ട്? ഇത് എടുത്ത നാൾ മുതൽ നമ്മൾ പറയുന്നതാണല്ലോ. അത് അന്ന് അംഗീകരിക്കാത്ത ഇടതുപക്ഷം ഇന്ന് ഇങ്ങനെ വന്നൊരു ന്യായീകരണം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒന്നാമത്തെ കാര്യം. ഇനി 2, ഈ കിഫ്ബി. ഇനിയിപ്പോൾ കിഫ്ബിയുടെ ഏതോ പദ്ധതികളുടെ കാര്യമൊക്കെ ശ്രീ പ്രകാശ് മാസ്റ്റർ ഇവിടെ പറഞ്ഞു. എന്താണ് 57,000 കോടി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഗവൺമെൻറ് കൊടുത്ത കണക്ക് വെച്ച് 31,870 കോടി രൂപയുടെ കരാർ പൂർത്തീകരിച്ചിട്ടുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് 57,000 കോടി രൂപയുടെ കണക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഈ വിഷയത്തിലേക്ക് വന്നാൽ പിന്നെ താങ്കൾ ടോളിൻ്റെ കാര്യം പറഞ്ഞു. ടോള് PWD റോഡിൽ ഘട്ടം ഘട്ടമായി നിർത്തി വന്നതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ BOT വ്യവസ്ഥയിലുള്ള കുറച്ച് ടോളുകളാണ് ബാക്കിയുണ്ടായിരുന്നത്. ആ ടോളുകളും നിർത്തലാക്കിയത്. കാരണം അത് നമ്മുടെ ഒരു പോളിസിയുടെ ഭാഗമായി ഘട്ടം ഘട്ടമായി ടോളുകൾ നിർത്തി വന്നതാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഈ ടോളിൻ്റെ പ്രശ്നം എന്താണ്? ആ പ്രശ്നമല്ലേ പറയേണ്ടത്? ഈ കിഫ്ബിക്ക് പണം എവിടുന്നാണ് വരുന്നത്? പ്രധാനമായും 1 ബഡ്ജറ്റ് അലോക്കേഷൻ, 2 മോട്ടോർ വെഹിക്കിൾ ടാക്സ്, 3 പെട്രോളിയം സെസ്, 4 വിദേശ വായ്പ. ഇങ്ങനെയാണ് പ്രധാനമായും കിഫ്ബിയുടെ പണം വരുന്നത്. ഈ ബഡ്ജറ്റ് അലോക്കേഷൻ എന്താണ്? നമ്മൾ PWDക്ക് കൊടുക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ തന്നെ കിഫ്ബി ആയിട്ട് വകമാറ്റി ചെലവഴിക്കുന്നതാണ്. അതാണ് ബഡ്ജറ്റ് അലോക്കേഷൻ. ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ തന്നെ ഗോപി കൃഷ്ണൻ ഈ ബഡ്ജറ്റ് അലോക്കേഷൻ്റെ പണം എവിടെയാണ്? സാമാന്യ ജനങ്ങളുടെ നികുതി പണമാണ്. എന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് സാമാന്യ ജനം ആദ്യം ഒരു നികുതി പണം കൊടുക്കണം. പിന്നീട് ഇപ്പോൾ ഗോപി കൃഷ്ണൻ ഒരു വണ്ടിയായിട്ട് പുറത്തിട്ട് ഇറങ്ങിയാൽ ആദ്യം ഗോപി കൃഷ്ണൻ്റെ വരുമാനത്തിൽ നിന്നുള്ള നികുതി അത് ഗവൺമെന്റിന് കൊടുത്തു. 2, ഒരു കാറുമായി പുറത്തിറങ്ങിയാൽ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ ഇത്ര ശതമാനം കിഫ്ബിക്ക് കൊടുക്കണം. അപ്പൊ ആ കാറിന്റെ ടാക്സിന് കിഫ്ബിക്ക് കൊടുത്തു. ഇനി 3, ഗോപി കൃഷ്ണൻ ആ കാറിൽ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോളിന്റെ സെസ് അതും കിഫ്ബിക്ക് കൊടുക്കുകയാണ്. അപ്പൊ 3ാമത്തെ നികുതി പണവും കൊടുത്തു. ഇനി 4ാമത് ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ടോളും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസമാണ് ഗോപി കൃഷ്ണൻ ഈ പറയുന്നത്? എന്ത് ന്യായീകരണമാണ് ഇവർ ഈ ചാനലിലൊന്നും പുറത്തും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി അത് മാത്രമാണോ? പ്രകാശ് മാസ്റ്റർ എന്താ ഓർക്കാത്തെ? നമ്മൾ ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ടല്ലോ പ്രകാശ് മാസ്റ്ററെ. നമ്മൾ ടോളിനെതിരെ ഈ കഴിഞ്ഞ കൊല്ലവും കോവളത്ത് സമരം ചെയ്തവരല്ലേ? അന്ന് നിങ്ങളും നമ്മളും ഒക്കെ പറഞ്ഞത് എന്താ? ഈ കേന്ദ്ര സർക്കാരിന്റെ ടോൾ പിരിവ്, അനധികൃത ടോൾ പിരിവ് നിർത്തലാക്കണമെന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? പിന്നെ നിങ്ങളെന്തോ വലിയ സാമ്രാജ്യത്വ ശക്തികൾക്കും പ്രൈവറ്റൈസേഷനും എതിരാണെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ മുഴുവൻ BOT പ്രോജക്റ്റുകളിലും കൊണ്ടുവന്നവരല്ലേ നിങ്ങൾ? SNC ലാവലിൽ ആരാ പണം മുടക്കിയത്? ഈ മണിയാറിൽ ആരാ പണം മുടക്കിയത്? ഈ നാട്ടിലെ പല പദ്ധതികളിലും ആരാ പണം മുടക്കിയത്? അത് പ്രൈവറ്റ് കമ്പനികളല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തോ പ്രൈവറ്റ് കമ്പനികൾക്ക് എതിരാണെന്നൊക്കെ ആ പഴയ മൂരാജ് സിദ്ധാന്തം ഇപ്പോഴും പറഞ്ഞാൽ അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നവരാണോ? അത് മാത്രമല്ല, ഈ പ്രകാശ് മാസ്റ്റർ എന്ത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ഈ പറയുന്നത്. കാരണം എന്താണെന്ന് അറിയോ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രൈവറ്റൈസേഷന് എതിരാണ്. പ്രൈവറ്റൈസേഷൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് ജനങ്ങളുടെ മേൽ ടോൾ പിരിവ് നടത്തുക എന്ന് പറയും. എന്നിട്ട് ആ ടോൾ പിരിവിന് അനുകൂലമാണ്. എന്ത് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ഒരു ചർച്ചയിൽ തന്നെ താങ്കൾ പറയുന്നത്. അതുകൊണ്ട് ഈ ടോൾ പിരിവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ അധിക ഭാരം മാത്രമല്ല, ജനങ്ങളുടെ മേൽ തീവെട്ടിക്കൊള്ളയാണ്. ട്രിപ്പിൾ ടാക്സേഷൻ അല്ല, 4 ടാക്സേഷൻ ആണ് ഈ കിഫ്ബി റോഡിൽ ഒരു ടോൾ വന്നാൽ വരാൻ പോകുന്നത്. അത് മാത്രമല്ല, കേരളത്തിന്റെ കിഫ്ബി റോഡുകളിലെ 30% 50 കോടി രൂപയുടെ മുകളിൽ മുതൽ മുടക്കുള്ളതാണ്. കാരണം എന്താ? അതിൽ റോഡ് മാത്രമല്ല മുതൽ മുടക്കിയിരിക്കുന്നത്, സൈഡിൽ കാന പണിയണം, അതിന്റെ സൈഡിൽ മതിൽ പണിയണം. ഇതെല്ലാം കൂടെ ചേർത്ത് കേരളത്തിന്റെ റോഡുകളിലെ 30% 50 കോടി രൂപയിൽ മുകളിലാണ്. കേന്ദ്ര സർക്കാർ തന്നെ 100 കോടിക്ക് മുകളിലുള്ളതിലാണ് അവർ ടോൾ പിരിക്കുന്നത്. ഇത് 50 കോടി രൂപയ്ക്ക് മുകളിൽ ടോൾ പിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നാൽ ഗോപി കൃഷ്ണൻ നമ്മളൊരു 700 രൂപയോളം ടോളിൽ തന്നെ മുടക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തീവെട്ടിക്കൊള്ള എന്നുള്ള പദമല്ലാതെ ഇതിനകത്ത് വേറെ എന്ത് ഉപയോഗിക്കാൻ സാധിക്കും? മാസ്റ്റർ പറഞ്ഞ കാര്യം പ്രകാശൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് ഏത് കാലഘട്ടത്തിലാണ് കിഫ്ബി മസാല ബോണ്ട് എടുത്തു തുടങ്ങിയത്? ഈ കിഫ്ബി മസാല ബോണ്ടും വിദേശ വായ്പയും ഒക്കെ എടുത്തു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലല്ലേ പ്രകാശ് മാസ്റ്ററെ? അത് മാത്രമാണോ? ഈ മസാല ബോണ്ട് എടുക്കുമ്പോൾ തന്നെ അന്ന് അവൈലബിളായ പലിശ എന്ന് പറഞ്ഞാൽ 7.82%.
നമ്മൾ 9.72% ഇവിടുന്ന് മുഖ്യമന്ത്രി, നിങ്ങൾ ഈ സാമ്രാജ്യത്വത്തിനെയൊക്കെ എതിർക്കുന്ന ആ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട് എടുത്തത്. ആ മസാല ബോണ്ട് ഉൾപ്പെടെ ഈ കിഫ്ബിക്ക് വേണ്ടി എടുക്കുന്നത്, ഇത്രയും വലിയ മേജർ പ്രൊജക്റ്റുകളിലേക്ക് പണം സ്വരൂപിക്കുന്നത് ഇത് 2016 ശേഷമല്ലേ? അപ്പോൾ ഈ പൊതുകടത്തിലേക്ക് ഇത് വരും എന്നുള്ള കാര്യം അന്ന് തന്നെ വളരെ വ്യക്തമാണ്. കാരണം മസാല ബോണ്ട് ഉൾപ്പെടെ വിദേശ വായ്പകൾ എടുത്തു കഴിഞ്ഞാൽ അത് പൊതുകടത്തിൽ വരുമെന്ന് അന്ന് എത്രയോ തവണ പറഞ്ഞതാണ്. ഇനി അത് പറഞ്ഞപ്പോൾ തന്നെയല്ലേ അതിൻ്റെ അനുബന്ധമായി അന്ന് UDFൻ്റെ MLA മാർ 2019 ജൂൺ മാസം 14 സംസ്ഥാന നിയമസഭയിൽ ചോദിച്ചു, ഇങ്ങനെ പൊതുകടമായിട്ട് വരുമ്പോൾ അധിക ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യൂസർ ഫീയോ ടോളോ മേടിക്കുമോ? ഇതായിരുന്നു ചോദ്യം. പ്രകാശ് മാസ്റ്റർ ഓർക്കുന്നില്ല, ഇല്ലെങ്കിൽ ആർക്കൈവ്സിലുണ്ടല്ലോ 24ൻ്റെ അന്നത്തെ ധനകാര്യമന്ത്രിയായ ശ്രീ തോമസ് ഐസക്കിൻ്റെ ആൻസർ ഇന്നും ഇപ്പോഴും അവൈലബിൾ ആണല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ? അസന്നിഗ്ധമായി പറഞ്ഞു, അങ്ങനെ ടോൾ പിരിക്കില്ല, അങ്ങനെ ഒരു യൂസർ ഫീ മേടിക്കില്ല, അങ്ങനെ ഒരു അധിക ബാധ്യത ജനങ്ങളുടെ മേൽ വരുത്തില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ അന്ന് വികസന വിരുദ്ധർ എന്നും പറഞ്ഞ് കളിയാക്കിയ നിങ്ങൾ തന്നെയല്ലേ പ്രകാശ് മാഷെ ഇപ്പം ടോൾ മേടിക്കാൻ പോകുന്നത്? അതുമാത്രമാണോ? ഇപ്പം നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ പിരിവിനെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ പിരിവും ഘട്ടം ഘട്ടമായി ഒഴിവാക്കണം എന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പെട്രോളിന് കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് CRF ഫണ്ടുകളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വരുന്നത്. അപ്പോൾ തന്നെ നിരവധി, അതായത് നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ എടുക്കുന്നു, പെട്രോളിയം സെസ് എടുക്കുന്നു, മോട്ടോർ വെഹിക്കിൾ ടാക്സ് എടുക്കുന്നു, വിദേശ വായ്പകൾ എടുക്കുന്നു. അതായത് നമ്മുടെ മേൽ എത്രമാത്രം നികുതിയാണ്, ഒരു നികുതിയല്ല, 2 നികുതിയല്ല, 3 നികുതിയല്ല, 4 നികുതിയാണ് ഒരു ഒറ്റ ഫണ്ടിൻ്റെ പേരിൽ ഇവിടെ മേടിക്കുന്നതെന്ന് പറയുമ്പോൾ, 5ാമതൊരു യൂസർ ഫീ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്ത് ന്യായം? നിങ്ങൾ ആരോടാണ് ഈ ന്യായം പറയുന്നത്? അത് ഈ ധനകാര്യ പ്രതിസന്ധി എന്ന് നിങ്ങൾ സർക്കാർ പറയുമ്പോൾ, ഈ നാട്ടിൽ സാധാരണക്കാരന് വലിയ റിച്ച്നെസ്സിലാണല്ലോ, അവർ വലിയ ആഡംബരത്തിലാണല്ലോ ജീവിക്കുന്നത്. അവർക്കും ധനകാര്യ പ്രതിസന്ധിയാ മാഷെ. കാരണം എന്താ? കേരളത്തിലെ കിഫ്ബി റോഡുകളിലെ 30% 50 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ ടോൾ കൊടുക്കേണ്ട, 1ഉം 2ഉം ടോൾ കൊടുക്കേണ്ട ഗതികേട് ഒരു സാധാരണ മലയാളിക്ക് വരുമെന്ന് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.